ചേട്ടാ നീ പോവല്ലേ, നീ ചെല്ലു. എനിക്ക് എന്നെ കാണാൻ അവനെന്നെ കൊടുന്ന പിറ്റി ചെയ്ത് നീ എന്നെ പറ്റുമോ? അല്ലെങ്കിൽ ചേച്ചി പോയി കണ്ടോ? അല്ല നീ പോയി ചേച്ചി വെക്കോ, ചേച്ചി വെക്കോ. അച്ഛനെ പോയല്ലോ, ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. അളിയൻ പോയാ? എന്തിനാ അളിയൻ പോയത്? ഇയാളിപ്പോ എന്തിനാ അതിന്റെ അകത്തേക്ക് പോയി? എന്റെ ചേച്ചി അങ്ങേര് പോയിട്ട് എന്താണ് കാര്യം? ഡോക്ടർമാർ വല്ലതും ചോദിക്കുമ്പോ എന്ത് സമാധാനം പറയാള്? മാപ്പ് പറയാനായിട്ട് പോയതാ. മാപ്പോ എന്തിന്? എന്നെ വിളിച്ചിട്ട് പോയതിന് നല്ല വിഷമമുണ്ട്. നീ എന്ത് പാപത്തിനാണ് ആ പോങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും ഒന്ന് പോയി നോക്കുവോ? ഒരാൾക്കല്ല അകത്ത് പോകാൻ പറ്റൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്ത് കണ്ടിട്ടാണ് അതിനെ കിട്ടിയത്? എനിക്കിപ്പോ അതിന് നല്ല വിഷമമുണ്ട്. വരൂ വരൂ. സുമേഷിന്റെ ബന്ധുവാണല്ലോ അല്ലേ? അതെ. അപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തിനാ കരയുന്നത്? ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുഹൃത്തെ, ഓപ്പറേഷൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞു? ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാനുണ്ട്. ഈ സുമേഷിന്റെ പ്രായം എത്രയാണ്? അത് പിന്നെ 70 85 നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ട് അറിയില്ലേ? അല്ല 80 ആയിരിക്കും. നിങ്ങളൊന്ന് ഉറപ്പിച്ച് പറയൂ സുഹൃത്തെ. 82. ഈ സുമേഷ് നിങ്ങളുടെ ആരെയാ? എൻ്റെ ആരുമല്ല. നിങ്ങളുടെ ആരുമല്ലേ? അല്ല, എൻ്റെ പിന്നെ അച്ഛനാണ്. തങ്ങളുടെ അച്ഛനാണോ? എൻ്റെ അച്ഛനല്ല, ശ്യാമളയുടെ അച്ഛനാ. ശ്യാമള ആരാ? ശ്യാമള എൻ്റെ ഭാര്യ അല്ലേ? അല്ല 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 ആണ്. ശ്യാമള നിങ്ങളുടെ ഭാര്യയാണ് അല്ലേ? സുമേഷ് നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനും? സുമേഷ് അല്ല. എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയണത്? അല്ല, അത് ശ്യാമളയുടെ അച്ഛൻ. അതെ, ശ്യാമളയുടെ അച്ഛൻ നിങ്ങളുടെ അമ്മായിയപ്പൻ അല്ലേ? അല്ല അല്ല അല്ല, അമ്മയുടെ അച്ഛനല്ല, ശ്യാമളയുടെ അച്ഛനാണ് ഈ ആള്. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് തെളിച്ചു പറയൂ. അല്ല, ഈ ആളുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഭാര്യയുടെ അച്ഛനായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല? അതെന്താ? അത് ഈ ശ്യാമളെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. നിങ്ങൾ എന്തൊക്കെയാ സുഹൃത്തെ പറയണത്? ഈ കല്യാണം കഴിക്കേണ്ട ശ്യാമള എങ്ങനെ നിങ്ങളുടെ ഭാര്യയായി? അല്ല, അത് പിന്നെ ഞങ്ങള് ഒളിച്ചോടിയതാ. ഓ, അതാണ് സംഭവം. അപ്പൊ ഈ സുമേഷ് എന്ന വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. താങ്കളൊന്ന് പുറത്തു പോകണം. ഞാനേ അച്ഛനെ കണ്ടു ഒന്ന് മാപ്പ് പറയണമെന്ന് എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമാണ്. ഒളിച്ചോടി പിന്നെ ഇതുവരെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ പോവാം. താങ്കളൊന്ന് പുറത്തു പോകണം. അല്ല, അച്ഛൻ്റെ കാലിൽ തൊട്ട് താങ്കളൊന്ന് പുറത്തു പോകണം. ബന്ധുക്കളാരും വിളിക്കാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ആളുകളാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഈ ജന്തുവിന് ബന്ധുവിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അല്ല, ബന്ധുവാണ്, ഞാൻ മാപ്പ് പറഞ്ഞിട്ട് പോവാം. താങ്കൾ പുറത്തു പോകണം. അല്ല സാർ, കാലിൽ തൊട്ടൊന്നും പോങ്ങ.